ബലാത്സംഗ കേസിൽ 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വോട്ട് ചെയ്യാനെത്തി. കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ വോട്ട് ചെയ്തത്. സത്യം ജയിക്കുമെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പ്രതികരിച്ച രാഹുൽ പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. വോട്ട് ചെയ്ത ശേഷം പാലക്കാട് മാത്തൂരിലെ വീട്ടിൽ സന്ദർശനം നടത്തി. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നോ? മൈക്കൊന്ന് മറ്റേ ചായ കുടിക്കും. രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? സാജിദ് അജ്മലും യൂനിസ് അഹമ്മദുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. ആദ്യം സാജിദിലേക്കാണ്. സാജിദ്, രാഹുൽ എത്തിയപ്പോൾ ചില കോൺഗ്രസ് പ്രവർത്തകർ പൂച്ചെണ്ടൊക്കെ നൽകി സ്വീകരിക്കുന്നത് കണ്ടു. എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും രാഹുലിന്റെ ഒപ്പം കണ്ടില്ല. ആരൊക്കെയായിരുന്നു രാഹുലിന്റെ കൂടെയുള്ളത്? രാഹുലിന്റെ കൂടെ അത്ര പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൂച്ചെണ്ട് നൽകിയത് ഏതോ ഒരു വയോധികനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് കരുതുന്നത്. അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരു സാധാരണ ഈ കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ KSUവിന്റെ ജില്ലാ സെക്രട്ടറി രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാടിന് MLA എന്ന നിലയ്ക്ക് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയുടെ കൂടെ ഇത്ര ആരോപണ വിധേയന്റെ കൂടെ എന്തിന് പോകുന്നു എന്ന ചോദ്യത്തിന് ഈ KSUവിന്റെ ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുകയും ചെയ്തില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തിന് ശേഷമാണ് പാലക്കാട് വീണ്ടും തിരിച്ചെത്തിയത്. പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ളതും താൻ പറയാനുള്ളതും കോടതിയിൽ പറയും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മാത്തൂര്, കുഴൽമന്ദം തുടങ്ങിയ ഭാഗങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അടുത്ത ദിവസങ്ങളിലും ഇവിടെ പാലക്കാട് തന്നെ തുടരും എന്നാണ് പറയുന്നത്. സാജിദ്, രാഹുൽ വോട്ട് ചെയ്ത ശേഷമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആരെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ആ പ്രതികരണം എടുക്കാനുള്ള സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്താനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇന്ന് രാവിലെ VK ശ്രീകണ്ഠൻ MP പറഞ്ഞത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളെ കുറിച്ച് എന്തിനാണ് താൻ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ആ ഒരു നിലപാടാണ് ഉള്ളത്. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി യൂനുസ് അഹമ്മദിലേക്കാണ്. യൂനുസ്, വോട്ട് ചെയ്ത ശേഷം രാഹുൽ എങ്ങോട്ടാണ് പോയത്? ഇപ്പോൾ രാഹുൽ എവിടെയാണ് നിലവിലുള്ളത്? രാഹുൽ എവിടെയാണ് താമസിക്കുക? നിലവിൽ രാഹുൽ എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ മാത്തൂർ ഭാഗത്തുള്ള ഒരു സുഹൃത്തിന്റെ അമ്മയെ കാണാൻ ഒരു വീട്ടിലെത്തിയിരുന്നു. 6:30യോടെയാണ് ഈ വീട്ടിലെത്തി. അവിടെ ഒരു കാമണിക്കൂറോളം ചിലവഴിച്ചു. പിന്നീട് ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം പുറപ്പെട്ടത്. അങ്ങോട്ട് തന്നെയാണ്, അടൂരിലേക്കാണ് എന്നാണ് സൂചന. ഏതായാലും വ്യക്തമല്ല. ഏതായാലും 15 ദിവസത്തിന് ശേഷമുള്ള ഒരു ഒളിവ് സംഘത്തിന് ശേഷം ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യം 4:50 കുന്നത്തൂർ നോർത്തിൽ 24ാം ഡിവിഷനിൽ വോട്ട് ചെയ്യാനെത്തിയത്. വലിയൊരു മാധ്യമ സന്നാഹമുണ്ടായിരുന്നു. കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളും അതോടൊപ്പം കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു. ഏതായാലും വലിയൊരു സന്നാഹത്തിനിടയിലൂടെയാണ് വോട്ട് ചെയ്ത് വളരെ ചിരിച്ച് വളരെ സന്തോഷവാനായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. തിരിച്ചു വരുമ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരേ ഒരു മറുപടി, തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞു, അത് താൻ കോടതിയിൽ ബാക്കിയുള്ളത് കോടതിയിൽ പറയുന്നുള്ള ഒരേ ഒരു മറുപടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ പുഞ്ചിരി, ആ ഒരു ആഹ്ലാദവും സന്തോഷവും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറഞ്ഞില്ല. അതോടൊപ്പം MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിനും രാഹുൽ മറുപടി പറഞ്ഞില്ല. ഏതായാലും അടൂരിലേക്ക് പോകുകയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 15-ാം തീയതി വളരെയധികം നിർണായകമാണ്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിലുള്ള വിധിയൊക്കെ വരാനുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് വോട്ട് ചെയ്ത ശേഷം രാഹുൽ വീണ്ടും മുങ്ങുമോ? ആ ഒരു സാധ്യത ഈ നിലവിൽ ഇല്ല. കാരണം ഹൈക്കോടതിയിലെ വിധി കാത്താണ് ഇപ്പൊ രാഹുൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് വളരെ ആശ്വാസകരമായ ഒരു വിധി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായി. കാരണം ആ ഒരു പരാതി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ആ സെഷൻസ് കോടതി ജഡ്ജിയുടെ ഉത്തരവുണ്ടായിരുന്നു. കാരണം ആ യുവതിയുടെ മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യമുണ്ടോ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അത് കണ്ടെത്തിയാണ് കോടതി നിരുപാധികം മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം നൽകിയത്. ഏതായാലും 15-ാം തീയതി ഹൈക്കോടതിയിലുള്ള വിധിയാണ്, വളരെ നിർണായകമായുള്ള വിധിയാണ്.
ആ ഒരു വിധി ഏതായാലും അനുകൂലമാകുമെന്നാണ് രാഹുൽ കരുതുന്നത്. ഏതായാലും ഇനി ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് രാഹുലും ബന്ധപ്പെട്ടവരും കാണുന്നത്. ഏതായാലും കോൺഗ്രസും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രാദേശികമായ വലിയ നേതാക്കളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രാദേശികമായ നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ട്, രാഹുലിനൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. MLA ഓഫീസിൽ അരമണിക്കൂറിലധികം MLA ഓഫീസിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 6:30യോടെയാണ് സുഹൃത്തിന്റെ അമ്മയെ കാണാൻ മാത്തൂരിൽ എത്തിയത്. അവിടെ നിന്ന് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറപ്പെട്ടിരിക്കുന്നു. ശരി, സാജിദ് അജ്മലും യൂനിസ് അഹമ്മദുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.